വരുന്നത് ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ 500 മലക്കുകളാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതു ഭാഗത്ത് 280 മലക്കുകള്, ഇടതു ഭാഗത്ത് 280 മലക്കുകള്. അസ്റായിലെ തലയുടെ ഭാഗത്ത് കൈകാലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര അടിക്കണമെന്ന് വിചാരിച്ചാലും നിന്റെ കയ്യും കാലും പൊക്കി അടിക്കാൻ കഴിയില്ല. 500 മലക്കുകൾ നിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, ഉളുഹിയ അറുക്കുന്ന സമയത്ത് പോത്തിന്റെ കാലും കയ്യും കെട്ടിയിട്ടിട്ട് റബ്ബേ, ആ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് പോലും അത് കൈകാലുകളിട്ടടിക്കുമെങ്കിൽ, തലയിട്ടടിക്കുമെങ്കിൽ മനുഷ്യ 500 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദനയൊന്ന് സങ്കൽപ്പിക്കുവാപ്പാ. റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. അസ്റായിൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പൈസ ചോദിച്ചിട്ട് സമ്പത്ത് അല്ലാഹു തന്നിട്ട് വീടിനകത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് കൊടുക്കാത്തവര് ഇങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ കിടന്ന് കരയുകയാണ്. നീ ചോദിക്കുന്നു, അസ്റായിലേ, എനിക്കൊരു സെക്കൻഡ് തരുമോ അസ്റായിൽ, എനിക്കൊരു നിമിഷം തരുമോ അസ്റായിൽ. അസ്റായിൽ തലയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കും, എന്തിനാടാ കടന്ന് തെണ്ടുന്നത്? നിസ്കരിക്കാനാണോ? നോമ്പ് പിടിച്ച് നിസ്കരിക്കാനാണോ? ദിക്റുകൾ പറയാനാണോ? മാതാപിതാക്കളെ കാണാനാണോ? ഭാര്യയോട് പൊരുത്തം ചോദിക്കാനാണോ? എന്തിനാടാ ഇങ്ങനെ കിടന്ന് യാചിക്കുന്നത്? ആ സമയത്ത് പറയുന്ന അസ്റായീൽ, എന്റെ വാപ്പ വെറും കൈയോടെ പോയി, എന്റെ ഉമ്മയും വെറും കൈയോടെ പോയി, ഞാൻ കണ്ട ജനാസകൾ മുഴുവനും വെറും കൈയോടെയാണ് പോയത്. പക്ഷേ ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ, ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ. കൊട്ടാരം പോലെയുള്ള വീട് വിട്ടിട്ട് 6 അടി മണ്ണിനകത്ത് എത്രയോ പേരുടെ മയ്യത്ത് വെച്ചിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് മണ്ണ് വാരിയിട്ട് അസ്റായീൽ. എന്നിട്ട് ഞാൻ ചിന്തിച്ചില്ല ഞാനും ഒരു ദിവസം ഇതുപോലെ പോകേണ്ടവനാണെന്ന്. എത്രയോ പേര് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്റെ മുന്നിൽ എത്രയോ പേര് ചോദിച്ചു അസ്റായീൽ. അന്നൊന്നും ഞാൻ കൊടുത്തില്ല അസ്റായീൽ. അതുകൊണ്ട് അസ്റായീലേ, ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട, 1 മിനിറ്റ് എനിക്ക് തരുമോ? 1 രൂപയെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കട്ടെ അസ്റായീൽ. അസ്റായീൽ ചോദിക്കുകയാ, 30, 40, 50, 60 കൊല്ലവല്ല നിനക്ക് തന്നല്ല, നിനക്ക് തന്നില്ലായിരുന്നോ? അന്നൊന്നും നിനക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ. എടാ, നിനക്ക് അവസരമില്ലടാ, നിനക്ക് അവസരമില്ലടാ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അനുഭവിക്കടാ, അനുഭവിക്കടാ, എടാ അനുഭവിക്കടാ എന്ന് അസ്റായീൽ നിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി റബ്ബേ 1 ഗ്രാമിന്റെ സ്വർണത്തിന്റെ പൈസയെങ്കിലും കൊടുത്താ അല്ലാഹ് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. നീ കിടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? നിനക്ക് സഹിക്കുന്നില്ലേ? നിനക്ക് സഹിക്കുന്നില്ലേ? നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة
ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവരെ, മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുന്ന സമയത്ത് അസ്റായിൽ നിന്നോട് ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? നിന്നെ കൊണ്ട് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ, നോക്കടാ, വാബുശിറൂ ബിൽ ജന്നാ. ഇതാണടാ പടച്ചവന്റെ സ്വർഗം. നീ കൊടുത്ത സദഖയുടെ പ്രതിഫലം ഈ സ്വർഗമാണ്. ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോര് മരണവേദന നിനക്കറിയില്ല, മരണവേദന നിനക്കറിയില്ല. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമല്ലേ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനല്ലേ? പെങ്ങളെ, മരിക്കുന്ന സമയത്ത് അസ്റായിൽ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എണ്ണക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കുകയോ. മരണവേദന നീ അറിയുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ചെറുവട്ടൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് നാളെ ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആൾക്കാർ പടച്ചവരെ ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടിവെച്ച് വരുന്നവൻ, ഇടഞ്ഞു വരുന്നവൻ, നടന്നു വരുന്നവൻ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവൻ, കഴുതയുടെ രൂപത്തില് കിടന്നു വരുന്നവർ, 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാണ്. ഒരു വിഭാഗം ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് പറവകളെ പോലെ പറന്നുയരുകയാണ്. റബ്ബിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറക്കുകയോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെ പുറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കൂടെ കിടന്നവരും കയ്യും കാലും കണ്ണും തലച്ചോറും ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും എതിരാകുന്ന പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിഭാഗം ആരെന്നറിയുവോ? അവര് പറക്കുകയോ, അവര് പറക്കുകയോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുകളിലേക്ക് അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഖാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് ചോദിക്കുകയാണ്, നിങ്ങളാരാ, നിങ്ങളാരാ? പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങളാരാണ്? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങളെ നിന്റെ മക്കളുണ്ടാകില്ല, നിന്റെ വാപ്പയുണ്ടാകില്ല, നിന്റെ ഭർത്താവ് ഉണ്ടാകില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസം പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകുന്ന വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം.
നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഭാഗ്യവാരാട് പറവകളെ പോലെ പറക്കണ്ട വാപ്പാ. കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് നിനക്കെന്ത് കിട്ടാരോ? എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിനക്കറിയാമല്ലോ, നിന്റെ മക്കളെ നീ വളർത്തിയത് എങ്ങനെയാണ്? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടതിന്റെ വേദന നിനക്കറിയുമല്ലോ, അതിന്റെ പ്രയാസം നിനക്കറിയുമല്ലോ. 2, പരലോകത്ത് കൂടെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ. 3, പെങ്ങളെ വലക്കാ നളറത്തം വസുറൂറാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്നവരാ. പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. കാണണ്ടേ പെങ്ങളെ, അല്ലാഹനെ കാണണ്ടേ മോളെ, അല്ലാഹനെ നിന്റെ കണ്ണുകൊണ്ട് കാണണ്ടേ പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, നിർത്തുകയാ. ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. പെങ്ങളെ, ഒരു പെണ്ണിന്റെ വേദന നിനക്കറിയാ? ഒരു പെണ്ണിന്റെ വേദന എന്താണെന്ന് നിനക്കറിയാ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, കൊടുക്കുമോള്. സ്വർഗം വേണ്ടേ പെങ്ങളെ? സ്വർഗം വേണ്ടേ പെങ്ങളെ? നിന്റെ ഉമ്മ എന്തുകൊണ്ട് പോയി പൊന്നുമോള്? നിന്റെ വാപ്പ എന്തുകൊണ്ട് പോയി പൊന്നുമോള്? ആര് പോയാലും ഒന്നും കൊണ്ടുപോകില്ല. പക്ഷേ നീ വെറും കൈയോടെ പോകല്ലേ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉയർത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ പൊന്നു പെങ്ങള്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് എന്റെ പ്രിയമുള്ളവരെ സ്വർഗമാ വലുത്. പണമല്ല വലുത്, റബ്ബിന്റെ സ്വർഗമാ വലുത്. കോടികൾ കൊടുത്താ കിട്ടൂല വാപ്പാ. കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാ കിട്ടൂല പെങ്ങള്. എന്റെ പെങ്ങളെ, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല. എന്റെ പൊന്നുമോളെ, എന്റെ ഉമ്മ, ഇനി നീ സ്വർണ്ണമിട്ടിട്ട് നിനക്കെന്ത് കിട്ടാരാ? എപ്പോഴാണ് മരണം വരുന്നതെന്ന് കാത്തിരിക്കുന്ന നിനക്കെന്തിനാ സ്വർഗം? നിനക്ക് സ്വർഗം കാണണ്ടേ പെങ്ങളെ? 50 വർഷത്തെ പാപം പുറത്തു തരുന്ന ചെറിയ സൂറത്തോതിയിട്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയുകയാ പൊന്നുമോളെ. കൊടുത്തുകൂടെ പെങ്ങളെ? ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നിന്നെ കാരണം ഒരു ജീവിതമുണ്ടാകട്ടെ. എന്റെ പ്രിയമുള്ളവരോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മാലിക്കായ അല്ലാഹ്, മുലൂക്കായ അല്ലാഹ്, രക്ഷാധികാരിയായ അല്ലാഹ്, സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാരെ. അല്ലാഹുവേ, ഇരിക്കുന്ന ആയിരക്കണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. കൊടുക്കാനുള്ള മനസ്സ് ഇവരിൽ നീ നൽകണേ അല്ലാഹ്. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. 3 പ്രതിഫലം. 1, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കും. 2, പരലോകത്ത് കൂടെ പറന്ന് സ്വർഗത്തിൽ പോകും. 3, അള്ളാഹുവിനെ രാവിലെയും വൈകിട്ടും കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ പോക. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, എനിക്ക് പിരിക്കാൻ അറിയില്ല. ഇവരെന്നോട് പറഞ്ഞു ഉസ്താദ് തരും. ആ ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും പെങ്ങളെ, ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സദക്ക ചോദിച്ചപ്പോൾ 28 വയസ്സുള്ള ഒരു പെണ്ണിന്റെ ചെവിയിൽ കിടന്ന ഒരു ജോഡി കമ്മൽ എന്റെ കയ്യിൽ ഭർത്താവ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ ഭാര്യ ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. എന്റെ ഭാര്യയുടെ ചെവിയിൽ കിടന്ന കമ്മല ഉസ്താദ് ആ കുട്ടിയുടെ വിവാഹത്തിൽ 21-28 വയസ്സ്. പെങ്ങളെ, ജീവിതത്തിന് ഇത്രയുള്ളൂ മോളെ. ഉമ്മ, നീ നിന്റെ ശരീരത്തെ സ്വർണം ഇട്ടിട്ട് നിനക്കെന്ത് കിട്ടാനാ?
സ്വർഗം വേണ്ടേ ഉമ്മ, സ്വർഗം വേണ്ടേ പെങ്ങളെ? തീരുമാനിക്ക്. അള്ളാഹു ബാക്കി നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എന്താ എത്ര രൂപ വെച്ച് ചോദിക്കണം ഇപ്പൊ? സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒരു അരപ്പവൻ സ്വർണ്ണത്തിന്റെ പൈസകൾ, ഒരു പവനോ അരപ്പവനോ ഞാനൊന്നും പറയില്ല, ഊരി കൊടുക്ക്. നിന്റെ കൈ കിടക്കണ മോതിരം കൊടുക്കും വെച്ചി, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ബാക്കി നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഇപ്പൊ എത്ര രൂപ? ആരെങ്കിലും ഇൻഷാ അല്ലാഹ് എന്റെ മനസ്സിൽ 6666, അതാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഇരിക്കണ ആർക്കെങ്കിലും താല്പര്യമാണ്, അൽഹംദുലില്ലാഹ്. ഒരു വാപ്പ കുലൂ തക്ബീർ പറ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമായ അല്ലാഹ്, ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല പടച്ചവനെ. അല്ലാഹുവേ, സുഖമില്ലാത്ത മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞത് നീ മനസ്സിൽ ആഗ്രഹം കൊടുത്തിട്ടാ തമ്പുരാനെ. കൊടുക്കാൻ കഴിവുള്ള ഒരുപാട് കോടീശ്വരന്മാർ ഈ സദസ്സിലുണ്ട്. ആ പാവപ്പെട്ടവന്റെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. നിന്റെ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാ അല്ലാ, നിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവനാ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതികേട് ആ പാവപ്പെട്ടവന് കൊടുക്കല്ലേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ് 6666 കുലൂ തക്ബീർ. പോകേണ്ടവരൊക്കെ പോട്ടെ, മനുഷ്യന്മാരെ ഞാൻ പിരിച്ചിട്ടേ പോകത്തുള്ളൂ. പോകേണ്ടവർക്ക് പോകാൻ ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർ മാത്രം മുന്നിൽ വരണം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പോണം. കുലൂ തക്ബീർ. വാപ്പയുടെ അസുഖം മാറാൻ, ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ 6666 കുലൂ തക്ബീർ, കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. 8 വയസ്സുള്ള മകന്റെ സംസാര വൈകല്യം മാറുന്നതിന് വേണ്ടി, മക്കള് സാലിഹാകാൻ വേണ്ടി, ആ പാവപ്പെട്ടവളുടെ കയ്യിൽ ആകെ 6001 രൂപയുള്ളൂ. 6001 രൂപയുള്ളൂ. അതുകൊണ്ട് തന്ന് പെങ്ങളെ, നാളെ വരുമ്പോ ഉണ്ടെങ്കിൽ കൊടുത്താലും മതി കേട്ടാ. ഇൻഷാ അല്ലാഹ് ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആരെങ്കിലും അതിനകത്തിട്ടേക്കണം. പാവപ്പെട്ടവള് ആകെ പറഞ്ഞു വിട്ട 6001 ഉള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ആ പൊന്നു മകന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ആ പൊന്നുമോൻ പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ തെറ്റില്ലാതെ ഓതുന്നത് കേൾക്കാൻ ആ ഉമ്മയ്ക്ക് നീ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. അല്ലാഹുവേ, ലക്ഷങ്ങളുള്ളവർ കരുണ കൊടുക്കാത്ത ഈ സദസ്സിൽ തന്റെ കയ്യിലുള്ളത്, ഉസ്താദേ എന്റെ കയ്യിൽ 6666 6001 രൂപയുള്ളൂ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആ പാവത്തിന് നീ ഇനി വേദനിപ്പിക്കല്ലേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, 5000 രൂപ തന്നു, അതും 6666 ആക്കി തന്നൂടെ എന്ന് ചോദിക്കുമ്പോ സന്തോഷത്തോടുകൂടി തന്ന ആ സഹോദരന്റെ വാപ്പയുടെ എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ആ സഹോദരന്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും നീ ചൊരിയണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരനാക്കി മരിപ്പിക്കല്ലേ അല്ലാ. മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ആ സഹോദരനോ കുടുംബത്തിനോ നീ നൽകല്ലേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് മകൾ ഹാഫിളാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 3000 രൂപ, പെങ്ങളെ 3313 അല്ലെങ്കിൽ 3333. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 3313 രൂപ ആരായാലും ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്യുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ ഒരു പാവപ്പെട്ട സഹോദരി 2001 രൂപ. അതുപോലെ തന്നെ പെൺമക്കൾ സാലിഹീങ്ങളായ പണ്ഡിതന്മാരെ കൊണ്ട് ഉസ്താദന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 3313 രൂപ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ.
അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ നിന്റെ ഇൽമു പഠിക്കുന്ന ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന കുടുംബവാ. അല്ലാഹുവേ ആ സഹോദരന്റെ നിയ്യത്ത് നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഉസ്താദന്മാരൊക്കെ നീ കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയി ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മഹൻ 3333 രൂപ ഖുലൂത്ത് കബീർ. അല്ലാഹുവേ ഹാഫിളാകാനുള്ള ആഗ്രഹമുണ്ട്. ഒരു സഹോദരി 3000 രൂപ. അല്ലാഹുവേ പടച്ചവനെ നീ കബൂലാക്കണേ തമ്പുരാനെ. നിന്റെ ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. സഹോദരന് കുട്ടികൾ ഉണ്ടാകാത്തത്, ഭർത്താവിന് ജോലി ഉണ്ടാകാൻ വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2001 രൂപ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഒറ്റ ഹദീസ് പറഞ്ഞു നിർത്താം. ഒറ്റ ഹദീസ്. ചില ആൾക്കാരുണ്ടല്ലോ, മക്കൾ ഉസ്താദിനോട് പറയും, പ്രായമായിട്ടും വാപ്പ ഒന്നും ചെയ്യണില്ല ഉസ്താദ്, നിസ്കാരവും ഇല്ല, ദിക്റും ഇല്ല, ദുആ ഇല്ല, വീട്ടിലിരിക്കുക, പ്രായമായി. പള്ളിയുടെ അടുത്തിരുന്നാൽ പോലും പള്ളിയിൽ പോകാത്ത വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എന്തുകൊണ്ടെന്നറിയൂ? 55 വയസ്സായിട്ട് നന്നാകാത്തവനെ പിന്നെ അള്ളാഹ് നന്നാക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 55 വയസ്സായി എന്നിട്ട് നന്നാകാത്തവനെ പിന്നെ അള്ളാഹ് നന്നാക്കൂല. വാപ്പ വിചാരിച്ചിരിക്കണത് കൊണ്ട് ഇവിടെ എത്തുമ്പോ അങ്ങ് കരഞ്ഞ അള്ളാഹ് നിനക്ക് സ്വർഗം തരുന്ന. അസ്റായിൽ റൂഹ് പിടിക്കാൻ വരുമ്പോ അങ്ങ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് അങ്ങ് പുറത്തരുന്ന. മനുഷ്യന്മാരെ, അള്ളാഹ് ഒരുപാട് ആഗ്രഹിച്ചു നീ ഒന്ന് നന്നാവാൻ അള്ളാഹ് ഒരുപാട് ആഗ്രഹിച്ചു. ആ സമയത്തൊന്നും നന്നായില്ല. അവസാനം നട്ടല് ഒടിഞ്ഞ് കിടന്ന് സർവ്വതും സാധിച്ച് ഭാര്യ ആഗ്രഹിക്കുന്ന ഈ കിളവനൊന്നും ചാവുന്നില്ല. മക്കൾ ആഗ്രഹിക്കുന്നു. പള്ളിയിൽ ഉസ്താദിനടുക്ക പോയിട്ട് പറയണ, വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യേ. ആ സമയത്ത് കിളവൻ പറയുക, ഒന്ന് നട്ടല് നേരെ ആയിരുന്നെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കാമായിരുന്നല്ലോ. അള്ളാഹു അന്ന് നിന്നെ സഹായിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് വയസ്സൊക്കെ ആയവർ ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ നമ്മുടെ ചെയർമാന്റെ വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടു പോയി. എന്ന് 36 ദിവസമായി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. മോൻ ചെറുപ്പക്കാരനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, മുടിയൊക്കെ നരച്ച് മരണത്തിന്റെ 1ാമത്തെ അടയാളം വന്നെന്ന്. പാവ അത്ഭുതപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, താടിയിലെ രോമൊക്കെ നരച്ചുടങ്ങിയിരിക്കണം, മരണത്തിന്റെ അടയാളം കണ്ടു തുടങ്ങിയെന്ന്. പടച്ചം പേടിച്ച മനുഷ്യാകെ കല്യാണം കഴിഞ്ഞ മക്കൾ പോലും ഇല്ലാതിരിക്കാം. അള്ളാഹു സഹോദരന് സാലിഹായ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ആ മുഖത്ത് കണ്ട ചിരി എന്നും നിലനിർത്തി കൊടുക്കണേ പടച്ചവൻ. അള്ളാഹുവെ വാപ്പ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ആ പൊന്നുമോന് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒറ്റ സൂറത്ത് ഓതിക്കൂടെ? മനുഷ്യന്മാർ ഓതിക്കൂടെ? സൂറത്തുൽ ഇഖ്ലാസ് ഓതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു. ആരെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് 50 പ്രാവശ്യം ഓതിയാൽ അവന്റെ 50 വർഷത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഓതിക്കൂടെ? 50 പ്രാവശ്യം ഓതിയേരെ ഒക്കെ സ്വർഗത്തിൽ വെച്ച് കാണാം. പോട്ടെ, എല്ലാം പോട്ടെ, ചെയ്ത പാപം മുഴുവനും പോണം. അള്ളാഹു നമുക്കൊക്കെ പുറത്തേരുമാറാകട്ടെ. നല്ല അരുപ്പഴിക്കും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ. അസ്റായിൽ വരുമ്പോ ചോദിക്കണം, നെഞ്ചത്തടിച്ചിട്ട് എന്നെ കൊണ്ടുപോലെ എന്നൊന്നും പറയരുത്. അസ്റായിൽ വരുമ്പോ ചോദിക്കണം, എന്തേ താമസിച്ച് വിളിക്കണം. അസ്റായിൽ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്തേ ചോദിക്കണം, എന്തേ താമസിച്ചത്, കുറെ കാലമായിട്ട് കാത്തിരിക്ക, എന്തേ താമസം. അള്ളാഹു അങ്ങനെ ചോദിക്കാൻ ഭാഗ്യം തരട്ടെ. 2 കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 കാര്യം പെട്ടെന്ന് പറഞ്ഞുതരാം. നിക്കോ? 2 കാര്യം പെണ്ണുങ്ങളൊക്കെ കേട്ടോ. 2 കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടുകാരന് ആർക്ക്? വീട്ടുകാരന്. നമ്മുടെ കാര്യമാ. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരട്ടെ. 1 ഹറാമായ സമ്പത്ത്, ഹറാമായ പലിശ, ഹറാമായ സമ്പത്തും വ്യഭിചാരവും ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
പെണ്ണുങ്ങളൊക്കെ ചന്ദനമഴയും പരസ്പരവും സ്ത്രീധനം കണ്ടിട്ട് കരയുക അല്ലേ? നീ എന്തിനാ കരയുന്നറിയും? നീ കരയുന്നത് ട്രൈലിംഗ്, പരിശീലനം. നിന്റെ മച്ചായ വെട്ടി പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവെക്കുമ്പോ കരയണം അല്ലേ? ഭർത്താവിനെ രാവിലെ ജോലിക്ക് പോയ ഗൾഫിൽ നിൽക്കണ ഭർത്താവിനെ വെള്ള തുണിയിൽ പെട്ടിക്കൊക്കെ തടച്ച് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ കരയാൻ ഇപ്പോഴേ നീ ശീലിക്കുക. ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് അല്ലേ? സീരിയലിൽ ഒരുത്തി അഭിനയിക്കുന്നത് കാണുമ്പോ അവളുടെ കരച്ചില് കണ്ടിട്ട് നീ കരയണം. അത് ചുമ്മാതെ യഥാർത്ഥത്തിൽ നെഞ്ചത്തടിച്ച് കരയും മച്ചായ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട് കാര്യം ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെടരുത്. ഉണ്ടെങ്കിൽ റബ്ബിനോട് പൊരുത്തപ്പെടും. വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ? റബ്ബിനോട് പൊരുത്തപ്പെടും, റബ്ബിനോട് പൊരുത്തം ചോദിക്കും. തൗബ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. ചെറുപ്പക്കാരനാപ്പ ഇത്തിരി പ്രത്യേകിച്ച് നിങ്ങളുടെ നാടിനോടൊരു സ്നേഹമുള്ളതുകൊണ്ട് ഇത്തിരി ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് ആരെയും കുറ്റപ്പെടുത്തണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നെ അള്ളാഹിന്റെ മുന്നിൽ പിടിച്ചു നിർത്തരുത്, പൊരുത്തപ്പെട്ടു തരണം. അള്ളാഹു നമുക്ക് താഴ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു മകൻ, നിങ്ങളുടെയൊക്കെ ദുആയ എന്റെ വിജയം. ആകെ ഉള്ളത് നിങ്ങളുടെയൊക്കെ. എനിക്ക് ദുആ ചെയ്യാൻ എന്റെ വാപ്പയില്ല, ഖബറിലായിപ്പോയി, ഉമ്മയാണുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഒരുപാട് നമ്മൾക്ക് ശത്രുക്കളൊക്കെ ഒരവസരവും കാത്തു നടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. എന്റെ ദുആയിൽ നിങ്ങളെയും പെടുത്തും ഇൻഷാ അല്ലാഹ്. ഒരാഗ്രഹം, ഇനി വരുന്ന മാർച്ച് മാസം 11-ാം തീയതി ഉംറയ്ക്ക് പോകുന്നുണ്ട്. ഒന്ന് അവിടെ എത്താൻ വേണ്ടി ഒരാഗ്രഹം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്ത് എന്നെ അവിടെ എത്തിച്ച അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കും, മറക്കൂല. ഞാനവിടെ എത്തിയ എനിക്ക് വേണ്ടി ദുആ ചെയ്ത എല്ലാവർക്കും ഞാൻ അവിടെ എത്തുമ്പോൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. ശമ്പളം വേറെ കമ്മീഷൻ ഒന്നും ഇല്ല, പെട്ട അങ്ങനൊന്നും ഇല്ല. ഞാൻ തന്നെ അമീർ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൂടുക. ദൈവ സംഘാടകരോടൊക്കെ പറഞ്ഞാൽ മതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹം റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാൻ. എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അല്ലാഹുവേ, നീ പുറത്തു തരണേ റഹ്മാനെ. ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ. അതിനെക്കുറിച്ച് കുറ്റബോധമുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നന്നാവാനൊരവസരം കൂടെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. നന്നാവാനൊരവസരം കൂടെ നീ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഞങ്ങളെ നീ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ ആട്ടി ഓടിച്ചാ പോകാൻ ഇനി ഒരു അഭയസ്ഥലം ഞങ്ങൾക്കില്ല തമ്പുരാനെ. എത്ര പാപം ചെയ്താലും പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ. അല്ലാഹുവേ, നിന്റെ അടിമ പാപം ചെയ്തിട്ട് നിന്റെ മുന്നിൽ കൈ ഉയർത്തി കരഞ്ഞാ നീ പുറത്തു തരുവല്ലോ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ നീ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്. ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. കിഡ്നികൾ തകർന്ന് ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ഭർത്താവും ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ സ്വന്തം മക്കള് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കള് ദുആ ചെയ്യല്ലേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മാറടി മണ്ണിനകത്താണ്, അവരുടെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഖബറിൽ കടന്നിട്ട് ദുആയ്ക്ക് വേണ്ടി യാചിക്കല്ലേ അല്ലാ. എനിക്ക് വേണ്ടി ആരെങ്കിലും ദുആ ചെയ്യണേ എന്നവരെ ഖബറിൽ കടന്ന് യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരണേ പടച്ചവരെ. അല്ലാഹുവേ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ ഞങ്ങൾ കണ്ണീര് ഉടുപ്പിക്കുന്ന മക്കളെ തരല്ലേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാ. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ തെണ്ടി നടക്കുന്ന മക്കളെ തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവനെ. കള്ളുകുടിയനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ അല്ലാ. വ്യഭിചരിച്ച് നടക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ അല്ലാ. പലിശക്കാരനെ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിൽ നീ പങ്കെടുപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഇത്രയും നേരെ ഈ സദസ്സിലിരുന്ന എൻ്റെ ഉപ്പമാരെ നീ മറക്കല്ലേ അല്ലാ. നല്ല മരണം കൊടുക്കണേ പടച്ചവനെ, നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നന്മയുടെ ഭാഗത്ത് ഒരുമിക്കുന്ന മക്കളാക്കണേ റബ്ബേ. തെറ്റ് കണ്ട തിരുത്തുന്നവരാക്കണേ അല്ലാ, തെറ്റ് കണ്ട തിരുത്തുന്നവരാക്കണേ അല്ലാ. സംഘടനകൾ പറഞ്ഞ് തമ്മിലടിക്കുന്നവരാക്കല്ലേ റബ്ബേ. ഒരു ഭാവിയും നല്ലൊരു ജീവിതവും നല്ല ഒരു ഇണയെയും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരെ ഇനി നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് നടന്നു വന്നത് ഈ ദുആയ്ക്ക് വേണ്ടിയാണ്. അവർ നീ വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ പടച്ചവരെ. ഈ പാവങ്ങൾക്കൊരു സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. കണ്ണീര് കുടിപ്പിക്കല്ലേ പടച്ചവരെ. അല്ലാഹുവേ പടച്ചവനെ, ഈ കാരുണ്യത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആരും മറന്നാലും നീ മറക്കല്ലേ അല്ലാ. ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ അല്ലാ. മാസങ്ങൾ കൊണ്ട് രാപ്പകലുകൾ കഷ്ടപ്പെടുകയാ, അവരുടെ പരിശ്രമം നീ വിജയിപ്പിക്കണേ റബ്ബേ. ആ സംഘടനയെ നീ വളർത്തണേ അല്ലാ. അധികാരമോഹം ആർക്കും കൊടുക്കല്ലേ അല്ലാ. അധികാരമോഹം കൊടുക്കല്ലേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. ഇവർക്കൊക്കെ ജന്മം കൊടുത്ത ഉപ്പയും ഉമ്മയും എനിക്ക് ഇതുപോലൊരു മകൻ കിട്ടിയല്ലോ എന്നോർത്തിട്ട് സന്തോഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പലരും സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്നവരാ. ആ ബന്ധം നീ സ്വർഗം വരെ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഉപ്പാന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആ സഹോദരന് നീ നൽകിയ എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നല്ല മരണം തരണേ പടച്ചവരെ, നല്ല മരണം തരണേ പടച്ചവരെ. ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എല്ലാരും കരയുമ്പോ നീ ഞങ്ങളുടെ മുഖത്ത് പുഞ്ചിരി തരണേ പടച്ചവരെ. ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് പോകുന്ന 40 പേര് ഞങ്ങളെ കുറിച്ച് നല്ലത് പറയണേ അല്ലാ. അങ്ങനെ പറയിപ്പിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, അപകടം മരണം തരല്ലേ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ പടച്ചവരെ. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ.
ഞങ്ങളാരും ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ റബ്ബേ. ആ പാവത്തിന് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ മണ്ണുവാരിയുടെ ഗതിയെടുത്തരല്ലേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളുടെ കബറിന്റെ മുന്നിൽ പോയി നിന്ന് ദുആ ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ, നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കോളം ഒരാളുടെ മുന്നിൽ നീട്ടേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ, വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി നിന്നിട്ട് യാചിക്കേണ്ട അവസ്ഥ ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഒരാളുടെ മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തി തരണേ റബ്ബേ. ഇസ്സത്ത് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്ക് നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആർക്ക് നീ അഹങ്കാരം തരല്ലേ അല്ലാ. റിയാ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ പടച്ചവനെ. ഞങ്ങൾ ആരെയും നീ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ക്യാമറയുടെ പ്രവർത്തകർ, അമീൻ എന്ന സഹോദരൻ, അല്ലാഹുവേ കൂടെ വന്നവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും ബറക്കത്തും നീ ചൊരിയണേ തമ്പുരാനെ. സുൽഫി എന്ന ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവരെ, ഈ വഅദ് ലൈവായിട്ട് കേട്ട് എത്രയോ പാവങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പ്രവാസികൾ വല്ലാതെ വേദനയിലാണ്, നീ സഹായിക്കണേ അല്ലാ. നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരു കുടുംബം താങ്ങാൻ കഴിയാത്ത ആത്മഹത്യയുടെ തുണ്ടിലാണ്. നീ സദസ്സിൽ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ആ കുടുംബത്തോട് കരുണ കാണിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ആ കുടുംബത്തോട് നീ കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ ഈ ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. സ്വർണം തന്നവർ, 10,000 തന്നവർ, 6,666 തന്നവർ, കയ്യിലുള്ളത് തന്നവർ, ബക്കറ്റിൽ 1 രൂപയെങ്കിലും ഇട്ടവർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നാളെയും ഈ പരിപാടിയിൽ പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിപാടി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഈ പരിപാടി നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാ, എൻ്റെ ഉപ്പ ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ കൂടെ പിറപ്പുകൾ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ അല്ലാ. എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ദിനങ്ങൾ വലിയ വഴുത് പറയുന്നവനാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ അല്ലാ. നിന്റെ ദീനിനെ വിറ്റ് ജീവിക്കുന്നവനാക്കല്ലേ റബ്ബേ. അല്ലാ, ഓരോ ദിവസം കഴിയുമ്പോഴും ശത്രുക്കൾ കൂടുകയാണ്. ആര് കളിയാക്കിയാലും നീ എന്നെ കളിയാക്കല്ലേ അല്ലാ. ആര് കൈയൊഴിഞ്ഞാലും നീ എന്നെ കൈയൊഴിയല്ലേ അല്ലാ. അല്ലാ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നിന്നോട് പരാതി പറയുകയല്ല, ശിഫ നൽകണേ റഹ്മാൻ. അല്ലാ, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മൈക്ക് സെറ്റ്, അല്ലാഹുവേ ഈ സ്റ്റേജ് കൊടുത്തവർ, ഈ പരിപാടി നടത്താനുള്ള സൗകര്യം ചെയ്തവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പെട്ടെന്ന് സുഖമില്ലാതായി ഉപ്പയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. ദുആ ചെയ്യുന്നവനിലേക്ക് നോക്കാതെ ആമീൻ പറയുന്നവരിൽ ആരുടെയെങ്കിലും കണ്ണീരിന് പകരം ഈ ദുആയെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബഗുനാ സിഗാറ. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബഗുനാ സിഗാറ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ.
ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ തൗബയായി സ്വീകരിക്കണേ അല്ലാ, തൗബയായി സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കുടുംബം ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷമായി അല്ലാഹ് നീ സാലിഹായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. اللهم رب ارحمهما كما ربونا صغارا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه. എല്ലാവരും ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതി, പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ്സ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.